പ്രതിഷേധം കത്തുന്ന നമ്മളുടെ അതിർത്തി രാജ്യമായ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ വാർത്താവിനിമയ ഉപാധികളും വിച്ഛേദിച്ചിരിക്കുന്നു. വിദേശ പര്യടനത്തിന് തയ്യാറെടുത്തിരുന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി യാത്ര റദ്ദാക്കിയിരിക്കുന്നു. കലാപം അതിൻ്റെ സർവ്വ സീമകളും ലംഘിച്ച് മുന്നേറുമ്പോൾ ഇന്ത്യയുടെ മിന്നൽ നീക്കമാണ് നടക്കുന്നത്. വിവിധ അതിർത്തികൾ വഴി 1000-ഓളം വിദ്യാർത്ഥികൾ, ബംഗ്ലാദേശിൽ പഠിക്കുന്ന 1000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ, ഇന്ത്യൻ പൗരന്മാരെ ഇതുവരെ രക്ഷിച്ചതായിട്ടാണ് പുറത്ത് വരുന്ന വിവരം. ഇത് കൂടാതെ ഇന്ത്യൻ പൗരന്മാരുണ്ട്. ഇത് വിദ്യാർത്ഥികളുടെ മാത്രം എണ്ണമാണ്. ഇതിനിടയിൽ നദീമാർഗവും വിദ്യാർത്ഥികളെ രക്ഷിച്ചതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അതായത് ബംഗാളിൻ്റെ അതിർത്തിയിലൊക്കെ നദികൾ അതിർത്തി പ്രദേശമായിട്ട് ഉള്ളിടത്തുനിന്ന് നദികൾ വഴിയും ഈ വിദ്യാർത്ഥികളെ തിരികെ എത്തിച്ചിട്ടുണ്ട്. കാരണം വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ നിരോധിച്ച ഒരു രാജ്യമായി ബംഗ്ലാദേശ് മാറുമ്പോൾ സ്വാഭാവികമായി തന്നെ വലിയ ടെൻഷനിലായിരിക്കും ഈ വിദ്യാർത്ഥികളുടെയും അല്ലെങ്കിൽ അവിടെയുള്ള ഇന്ത്യക്കാരെ കുറിച്ച്, രാജ്യത്തുള്ള ഇന്ത്യക്കാർക്ക്. അതുകൊണ്ട് തന്നെയാണ് നൊടിയിടയിലുള്ള ഒരു വലിയ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ മാത്രം 1000-ഓളം വിദ്യാർത്ഥികളാണ് രക്ഷപ്പെടുത്തിയത്. ഇത് കൂടാതെ മറ്റ് ഇന്ത്യൻ പൗരന്മാരെയും വിവിധ അതിർത്തികൾ വഴിയാണ് രക്ഷപ്പെടുത്തുന്നത്. അതിന് പ്രോപ്പർ അതിർത്തി തന്നെ അല്ല നമ്മുടെ ഇന്ത്യൻ സേനയും ഒപ്പം തന്നെ അധികൃതരും യൂസ് ചെയ്യുന്ന മറ്റ് പല അതിർത്തികൾ വഴി, നേപ്പാളിൻ്റെയും മറ്റുമൊക്കെ അതിർത്തി വഴി തന്നെ കൂടുതൽ വിദ്യാർത്ഥികളെ എത്തിക്കുകയാണ്. ഏതായാലും കലാപകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ബംഗ്ലാദേശ് നീങ്ങുന്നു. ഒരുപക്ഷെ ഇന്ത്യയുടെ ഒരു സഹായം തേടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.